സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അസ്സലാമലൈക്കും, വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്ന് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കടലക്കറിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ തേങ്ങ അരച്ച് ചേർത്താൽ കിട്ടുന്ന ആ ഒരു ലെവൽ കൺസിസ്റ്റൻസി നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാതെ തന്നെ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ 1.5 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. അത് തലേ ദിവസം ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്തി ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരു 4 വിസിലൊക്കെ മതി കടല വെന്ത് കിട്ടാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ സവാള, അത് കറിയിലേക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യാം. ഒരു ചെറിയ തക്കാളി, 3 പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില. മസാലപ്പൊടികളാണ് ഇതിലേക്ക് വേണ്ടത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പാന് ഇവിടെ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി നമുക്ക് ഉള്ളി വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി കട്ട് ചെയ്ത് വെച്ച തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാതും നന്നായി വാടി വരണം, എന്നാൽ മാത്രമേ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടുക. വളരെ എളുപ്പമുള്ള കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാതും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലകളൊക്കെ നന്നായി പിടിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് വെക്കും. തണുത്തതിന് ശേഷമുള്ള നമ്മൾ ഈ മസാലകൾ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക്. മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ ഇവിടെ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് വേവിച്ചെടുത്ത കടലയിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മിക്സി ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ കടലക്കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഞങ്ങൾക്ക് വേണ്ടത്ര കടലക്കറി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വെക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്കൊന്ന് ഉള്ളി തൂമിച്ചെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്.
ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തുമിക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ല, അത് കാരണം ഞാൻ സവാള തന്നെ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമ്മൾ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിയാണ് ഇതിനേക്കാളും നല്ലത്, അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതില്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ സവാള എടുത്തിരിക്കുന്നത്. കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഗരം മസാലയുടെ ആ ഒരു കുത്ത് ഉണ്ടാവാൻ പാടില്ല, അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് മിക്സ് ചെയ്യാം. നേരത്തെ പറഞ്ഞ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം കറിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്താണോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കഴിക്കാൻ പറ്റിയ കറിയാണ്. ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.